Happy moments, timeless creations. Wedding collections from Kavita Gold and Diamonds. പോളിയോ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ഇന്റർസെക്ടൽ യോഗം നടന്നു. പോളിയോ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഇന്റർസെക്ടൽ യോഗം നടന്നു. പഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. മുൻഗണന അല്ലെങ്കിൽ എല്ലാവിധ മുൻകരുതലും സ്വീകരിച്ചുകൊണ്ട് അത് വളരെ ഭംഗിയായിട്ട് നടത്തേണ്ടതുണ്ട്. അപ്പോൾ മരുന്ന് എത്തിക്കൽ, അതുപോലെ തന്നെ പൾസ് പോളിയോ ബൂത്തുകളുടെ ക്രമീകരണങ്ങൾ, അവിടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥര്, അതുപോലെ തന്നെ നമുക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കേണ്ട ചുമതലകൾ, വാഹനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഒരു പ്ലാനിങ് നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ആരോഗ്യവകുപ്പ് എല്ലാ വർഷവും അത് നടത്താറുണ്ട്. അപ്പോൾ ഈ വർഷവും അത് വളരെ ഭംഗിയായി തന്നെ നടത്തണം. അവരതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ ഡോക്ടർ സതീഷ് പരമേശ്വരൻ അവരുടെ നേതൃത്വത്തിൽ, HIയുടെ നേതൃത്വത്തിലൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ വിഷയാവതരണം നടത്തി. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ 19 പൾസ് പോളിയോ ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒക്ടോബർ 12 രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ് പോളിയോ ഇമ്മ്യൂണറൈസേഷൻ നടക്കുന്നത്. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും പരിപാടിയിൽ പങ്കെടുപ്പിക്കാം. പൾസ് പോളിയോയുമായി ബന്ധപ്പെട്ട നോട്ടീസ്, അനൗൺസ്മെന്റ് എന്നിവ ഒക്ടോബർ 11 നടത്തും. യോഗത്തിൽ വാർഡ് മെമ്പർമാരായ സതി അപ്പത്ത്, സുദേവൻ, മാലതി, നിഷമോൾ, ശിവൻ വീട്ടിക്കുന്ന്, ബിന്ദു തടത്തിവിള, മനോജ്, പ്രിയംവദ, സത്യഭാമ, പ്രേമലത, പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് ഷിനോജ് VK, ആരോഗ്യ പ്രവർത്തകർ, അംഗൻവാടി ജീവനക്കാർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. പിന്നീട് ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, പോളിയോ കൊടുക്കുന്ന എല്ലാവർക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. അത് കഴിഞ്ഞ 4-ാം തീയതി നമ്മൾ വോളണ്ടിയേഴ്സിനുള്ള ട്രെയിനിങ് നമ്മൾ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ബൂത്തിൻ്റെ കാര്യങ്ങൾ പറയാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വാക്സിൻ അവൈലബിൾ ആണ്. വാക്സിൻ അടുത്ത ദിവസം നമുക്ക് എത്തും. അത് നമ്മൾ കൃത്യം 7:45 മുന്നേ തന്നെ നമ്മുടെ 19 ബൂത്തുകളിലും ഈ വാക്സിനുമായിട്ട് വരും. അപ്പം നമ്മുടെ വോളണ്ടിയേഴ്സ് ആ സമയത്ത് അവിടെ പ്രസന്റ് ആയിരിക്കാനുള്ള നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്.